വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ തന്നെ. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, വി അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകും. കോഴിക്കോടിന് മന്ത്രിയില്ലാത്തതിൽ ലീഗ് അണികൾക്കിടയിൽ ഉയർന്ന പരസ്യ പ്രതിഷേധത്തിന് പിന്നാലെ പാറക്കൽ അബ്ദുള്ളയ്ക്ക് 2.5 വർഷത്തിന് ശേഷം അവസരം നൽകാൻ തീരുമാനമായി. പകരം ആര് മാറിക്കൊടുക്കുമെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നാണ് മന്ത്രിമാരെ പ്രഖ്യാപിച്ച് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധികൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ള ആയിരിക്കും എന്നുകൂടി ഇവിടെ അറിയിക്കുക. എന്തായാലും ഈ തങ്ങളുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലീഗ് അണികളിൽ വലിയ അമർഷം പുകയുന്നുണ്ട് എന്നത് സത്യമാണ്. വി അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കിയതിൽ സാദിഖ് അലി തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ഫേസ്ബുക്കിന് താഴെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, അതിൽ ഏറ്റവും പ്രധാനം 5 മന്ത്രിസ്ഥാനം ചോദിച്ചു, 5ഉം കിട്ടി. പക്ഷേ വിമർശനങ്ങളും അത്തരത്തിൽ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉയരുകയാണല്ലോ. ഇപ്പോൾ ഈ തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും ഒപ്പം തന്നെ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുമൊക്കെ അണികൾ വന്ന് വലിയ വിമർശനങ്ങൾ, വി അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കിയതിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും അപ്ഡേഷനായി കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 22 സാമാജികരുടെ പിൻബലവുമായാണ് ഈ നിയമസഭയിലേക്ക് 22 സാമാജികർ മുസ്ലിം ലീഗിൻ്റെത് എത്താൻ പോകുന്നു. അവരുടെ പിൻബലവുമായാണ് 5 മന്ത്രിമാർ നാളെ മുസ്ലിം ലീഗിൻ്റെതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം 4 പേരെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. പിന്നീട് ലീഗിൻ്റെ ആവശ്യം പരിഗണിക്കുന്നു, 5 പേർ തന്നെയാകുന്നു. പക്ഷേ 5ാമത്തെ മന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു പ്രധാന ചർച്ചയുണ്ടായിരുന്നത്. കാരണം പാണക്കാട് നിന്നും സാദിഖ് അലി തങ്ങളും നേതാക്കളുമെല്ലാം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ 4 മന്ത്രിമാരുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു. അത് ലീഗിലെ ഒന്നാമൻ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. വ്യവസായവും IT-യും കൈകാര്യം ചെയ്യും. മറ്റൊന്ന് പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, അതുപോലെ തന്നെ കെ എം ഷാജി. ഇവരുടെ കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ 5ാം മന്ത്രിയെ കിട്ടുമ്പോൾ അത് പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയാണോ അതോ കളമശ്ശേരിയാണോ എന്നുള്ളതാണ് ഒരു ചർച്ചയുണ്ടായിരുന്നത്. അതിൽ എറണാകുളത്ത് വ്യവസായ നഗരത്തിൽ ഒരു മന്ത്രി വേണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആ നിലയിൽ ഒരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തുകയായിരുന്നു. പക്ഷേ അപ്പോൾ ലീഗിൻ്റെ കണക്കുകൂട്ടലിൽ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി കോഴിക്കോട് നിന്നും ഉണ്ടാകും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടിയത്. പക്ഷേ എന്നാൽ കോൺഗ്രസിൻ്റെ തീരുമാനം വന്നതിന് ശേഷം പിന്നീട് ലീഗ് തീരുമാനം മാറ്റുകയായിരുന്നു. അതായത് ഉന്നതാധികാര സമിതിയിൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് പ്രകാരമുള്ള പേരുകൾ പിന്നീട് മാറ്റി 2.5 വർഷത്തെ ടേമിൽ പാറക്കൽ അബ്ദുള്ളയെ പെടുത്തേണ്ടി വരികയായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. ഈ സൈബർ കമൻറ്റുകളും സൈബർ ആക്രമണങ്ങളെയും വലിയ രീതിയിൽ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഇന്ന് ഈ സാദിഖ് അലി തങ്ങളോടും പി കെ കുഞ്ഞാലിക്കുട്ടിയോടും എല്ലാം തന്നെ വിശദമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. അവരിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി കോഴിക്കോട് നിന്നും ഉണ്ടാകും. കാരണം 13-ൽ 12 സീറ്റ് UDF ലഭിച്ചു, 6-ൽ 6 സീറ്റും ലീഗിന് ലഭിച്ചു. അത്തരമൊരു വലിയ വിജയം നൽകിയ ജില്ലയെ കൈവിടില്ല എന്നായിരുന്നു ലീഗിൻ്റെ കണക്കൂട്ടൽ. പക്ഷേ എന്നാൽ കോൺഗ്രസിന് ഒരു മന്ത്രിയെ അവിടെ കൊടുക്കാൻ കോഴിക്കോട് സാധിച്ചില്ല. അത് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2.5 വർഷം കഴിഞ്ഞ് പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കുമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നത്. ആരെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഏതായാലും സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കിയില്ല എന്ന് പറഞ്ഞ് ലീഗിൻ്റെ 2 പ്രതിഷേധ പ്രകടനങ്ങൾ യൂത്ത് ലീഗിൻ്റെ പേരിൽ ഈ കുറ്റ്യാടി ഭാഗത്ത് നടന്നു. അതിനെയൊക്കെ അവർ ഒരു സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് കാണുന്നത്. TT ഇസ്മായിൽ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി 24നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അത് വലിയൊരു വിജയം കിട്ടിയപ്പോൾ പരിഗണന കിട്ടിയില്ല എന്നുള്ള സ്വാഭാവിക പ്രതിഷേധം മാത്രമായാണ് ലീഗ് കാണുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വവും ഇത്തരം പ്രതിഷേധങ്ങളെ ഒന്നും വലിയ കാര്യമാക്കുന്നില്ല. വലിയ വിജയം കിട്ടി, ജനങ്ങളെ സേവിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് സാദിഖ് അലി തങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മളോട് സംസാരിക്കുമ്പോഴും 24നോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത്. ഏതായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ കാര്യം, സാമ്പ്രദായികമായി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ നഷ്ടം വരാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതാദ്യമായി ലീഗിൽ ടേം വ്യവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അശ്വിത, അനൂപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.